നമസ്കാരം. ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ഇതിൽ കേരളത്തെ അവഗണിച്ചു എന്ന് വലിയ വിമർശനങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബജറ്റിൽ 10 ലക്ഷമുണ്ടായിരുന്ന മുദ്രാ ലോൺ 20 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു മുദ്രാ ലോൺ ആർക്കൊക്കെ ലഭിക്കും? പ്രധാനമന്ത്രി മുദ്രാ യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപ വരെയായിരുന്നു നമുക്ക് എടുക്കാൻ കഴിയുന്നതെങ്കിൽ ഇനി മുതൽ അത് 20 ലക്ഷം രൂപ വരെ എടുക്കാൻ കഴിയുമെന്നാണ് ഇന്നത്തെ ബജറ്റിലെ പ്രഖ്യാപനം. 5 വർഷമാണ് ഈ ഒരു ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി. കൂടാതെ പ്രോസസ്സിംഗ് ഫീസായിട്ട് നാമമാത്രമായ തുക മാത്രമേ ഉള്ളൂ. ഈ വായ്പാ സ്കീമിൽ പലിശ നിരക്കുകൾ ഓരോ ബാങ്കിനും ആ ഒരു ബാങ്കിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാറി വരും. PM മുദ്രാ യോജനയ്ക്ക് കീഴിൽ ലഭ്യമായ വായ്പകളെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ശിശു വായ്പയാണ്, രണ്ടാമത്തേത് കിഷോർ വായ്പ, മൂന്നാമത്തേത് തരുൺ വായ്പ എന്നിവയാണ് ഈ 3 വിഭാഗങ്ങൾ. നമുക്ക് ശിശു വായ്പയുടെ കീഴിൽ 50,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുക. കിഷോർ വായ്പ പ്രകാരം 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയും, അതോടൊപ്പം തന്നെ തരുൺ വായ്പയ്ക്ക് കീഴിൽ ഇത് 10 ലക്ഷം വരെയായിരുന്നു ഇതുവരെ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ അതിൽ മാറ്റം വരുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ചെറിയ കട ഉടമകൾക്കും അതോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾക്കും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളുമൊക്കെ തുടങ്ങുന്നതിനും ചെറിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ ഈ ഒരു വായ്പ ലഭ്യമാണ്. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് നിങ്ങൾക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, റെസിഡൻഷ്യൽ പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രം മതിയാവും ഈ ഒരു ലോൺ നമുക്ക് ലഭിക്കുവാൻ. ഇത്തരത്തിൽ ഈ ഒരു പദ്ധതി പ്രകാരം ലോൺ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അനുഭവം ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വലിയ ഉപകാരമായിരിക്കും. കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക.